ഹലോ വ്യൂവേഴ്സ്, സൈക്ലോപീഡിയയുടെ ഏറെ രസകരമായ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എപ്പിസോഡിലൂടെ ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സൈക്ലിംഗ് മീംസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മീംസ് ഒന്ന് നിങ്ങളെ ഇവിടെ കാണിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് മീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ മീംസ് നമുക്ക് ഒരുമിച്ച് ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ മീംസിലുള്ളത് നോക്കാം. നമ്മുടെ ആദ്യത്തെ മീം ദേ നിങ്ങളിലോട്ട്. That fresh feeling when the car speed past you in the rain. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നമ്മളിങ്ങനെ വളരെ മഴയൊക്കെ ആസ്വദിച്ച് നൈസായിട്ട് വൈബ് അടിച്ച് ചവിട്ടി പൊക്കോണ്ടിരിക്കുകയായിരിക്കും. ഒരു കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നു, വെള്ളം ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ മീമിലോട്ട് പോവാം. റൈഡേഴ്സ് ബി ലൈക്ക് ഇതെന്റെ ജീവിതം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 2.5 ലക്ഷം രൂപയുടെ ഒരു ബൈക്കിന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിച്ചത് വണ്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ളതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത് എനിക്കൊരു ട്രെക്ക് എമൗണ്ട് ആയിരുന്നു തോന്നുന്നു. എന്നിട്ടാണ് ഞാൻ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ അവനും അത് മനസ്സിലായി. അവനും ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് വണ്ടിക്കൊന്നും പറ്റില്ല കേട്ടോ, വണ്ടിക്ക് ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് റൈഡേഴ്സ് അങ്ങനെയാണ്. മൂന്നാമത്തത് ഇതൊരു സ്ലൈറ്റ്ലി കോൺട്രവേഴ്സ്യൽ മീമാണ്. ഇതൊരു ചെറിയ ബോഡി ഷേവിങ്ങിന്റെ ആംഗിൾ കൂടെ ഉണ്ട്. റോഡ് ബൈക്കിന് വളരെ സ്കിന്നി ആയിട്ട് ഈ ബൈക്കിനെ വളരെ ഇതിലോട്ട് കൂടുതൽ പോകുന്നില്ല. അടുത്ത് നോക്കും. ഓക്കെ, ഓവർടേക്കിംഗ് എ പെഡസ്ട്രിയൻ. നമ്മുടെ ബ്രെയിൻ വളരെ ശാന്തം, സമാധാനം. ഓവർടേക്കിംഗ് അനദർ സൈക്ലിസ്റ്റ്. അപ്പൊ നമ്മുടെ കുറച്ച് അന്യൻ സാധനം കയറും. ഓവർടേക്കിംഗ് എ കാർ, അത് നമ്മളൊരു ഭയങ്കര വൈബാണ്. വെരി വെൽ പോർട്രേറ്റഡ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. Buys new cycling gear and upgrades every part of the bike. Okay, me wondering where my money went. അത് ഒന്നും ആലോചിക്കാനൊന്നുമില്ല, നിങ്ങൾ നശിച്ചു അല്ലെ? ന്യൂ സൈക്ലിംഗ് ഗിയർ മേടിക്കുമ്പോൾ തന്നെ ഒരു വഴിയാവും. അപ്ഗ്രേഡ്സ് എവറി പാർട്ട് ഓഫ് ദ ബൈക്ക്. ഡൺ ആൻഡ് ഡസ്റ്റഡ്. അടുത്തതിലോട്ട് പോവാം. കാർസ് when they hit a pothole. Cyclists when they hit a pothole. അല്ലേ? സംഗതി ശരിയല്ലേ? അമ്മേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വെരി വെൽ ഡെപ്പിക്റ്റഡ്. വളരെ കറക്റ്റ് ആണ്. ഐ ലൈക്ക് ടു റൈഡ് ബൈക്ക് ടു മീറ്റ് വുമൻ. നേഴ്സസ് മെയിൻലി. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അല്ലെ? വണ്ടി ഓടിക്കുന്നു, മറിഞ്ഞ് വീഴുന്നു. നമ്മൾ സാധാരണക്കാരുടെ ഇത് മൗണ്ടൻ ബൈക്കിംഗ് ആണ്. ഇത് ഇവരുടെ ജീവിതം വേറെ ലെവലാണ്. പക്ഷെ ദിസ് മീം വാസ് വെരി വെൽ പോർട്രേറ്റ്. നന്നായിട്ട്. ആക്ച്വലി അടുത്തതെന്ന് പറയുന്നത് ഇത് ഒരു രസകരമായ സംഭവമാണ്. എന്ന് വെച്ചാൽ ഡിഗ്നിറ്റി, ജസ്റ്റ് ബിക്കോസ് യു ആർ ഇൻ ദി ലാസ്റ്റ് പ്ലേസ്, സ്റ്റോപ്പിംഗ് ടു പീ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. എനിക്ക് ആക്ച്വലി സംശയമായിപ്പോയി. ഇതിപ്പോ ഒരു റേസ് ആണെന്ന് തോന്നുന്നു. റേസിൽ ഒരാള് ശൂശു പഠിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ റേസിനിടയിൽ ഇങ്ങനെ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കി. ഈ ആക്ച്വലി സൈക്കിളിൽ ഇരുന്ന് സൈക്ലിസ്റ്റ് റേസസിന് ശൂശു ഒഴിക്കാറുണ്ടോ എന്ന്. പ്രൊഫഷണൽ സൈക്കിളിസ്റ്റ് ഓഫൺ അങ്ങനെ ചെയ്യുമെന്നാണ് ചാറ്റ് ജിപിടി പറയുന്നത്. എനിക്കിതിൽ യാതൊരു ആധികാരികതയില്ല. ഞാൻ കണ്ട വിവരം നിങ്ങൾ അതുപോലെ അറിയിക്കുകയാണ്. ഓക്കെ, വെൻ യു ഡു യുവർ ഓൺ റിപ്പയർസ് ഫോർ ദ ഫസ്റ്റ് ടൈം, അഗൈൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞ് നമ്മൾ തെളിയുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ സംഭവം ക്രാങ്ക് ഊരിപ്പോയി. ഒരു കാലില് ക്രാങ്കും ഇപ്പുറത്തെ കാലില് ക്രാങ്ക് ആവാൻ മാത്രമായിട്ടുണ്ട്. അത് ക്ലിപ്ഡ്, ഇത് മറ്റേ ക്ലീറ്റ്സ് ആയതുകൊണ്ട് അതിൽ തന്നെ ഉണ്ട്. എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ആണ് നിങ്ങൾ വണ്ടി റിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയുള്ളത് സർവ്വസഹജം, സാധാരണ, ഒരു പ്രശ്നമില്ല. ഇതൊരു എന്റെ അമ്മേ, കണ്ടിട്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വേദനിക്കുന്നു ഈ ഒരു ഫോട്ടോ കണ്ടിട്ട്. താഴെ എന്തോ സാധനമൊക്കെ ഇളകി കിടപ്പുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഓക്കെ, ഐ ഹാവ് എ പ്ലഷർ റൂം, ഡു യു വാണ്ട് ടു സീ എന്ന് പുരുഷൻ സ്ത്രീയോട് ചോദിക്കുന്നു. പ്ലഷർ റൂം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു സൈക്കിളിന്റെ ഒരു ഗോഡൌണോ ഷോറൂമോ ഫുൾ സൈക്ലിംഗ് പാർട്സ് എക്യുപ്മെന്റ്സും ഉള്ളത്. ഇൻട്രസ്റ്റിംഗ്. മസ്റ്റ് ബി ഫോട്ടോഷോപ്പ്. കാരണം പറയുന്നത് നോട്ട് ക്യാൻ റൺ വിത്ത് സൈക്ലിംഗ് ഷൂസ്. എക്സലന്റ്. ദിസ് ഇസ് എ വെരി ഗുഡ് വൺ. കാരണം സൈക്ലിംഗ് ഷൂസ് ഇട്ട് ആർക്കും ഇങ്ങനെ ഓടാൻ പറ്റില്ല. കാരണം ഭയങ്കര ആണ്. അതിപ്പോ ഹിപ്പോപ്പൊട്ടാമസ് ഓടിച്ചാലും നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ കൺവേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്യൂ മൈൽസ് ഇൻ ടു മൈ റൈഡ്, റിയലൈസ് ഐ ഫോർഗോട്ട് ടു പ്രസ് സ്റ്റാർട്ട് ഓൺ മൈ ഗാർബിൻ. നമ്മൾ സ്ട്രാവ ഓൺ ചെയ്യാതെ കുറച്ച് ദൂരം സൈക്കിൾ ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന അതേ വികാരം തന്നെയാണ് ഇവരും പറയുന്നത്. ഐ കംപ്ലീറ്റ്ലി അഗ്രി.
നെയ്മാറിനെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രിട്ടൻസ് ഹീസ് ഇഞ്ചേർഡ്. നെയ്മാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. പ്രിട്ടൻസ് ഹീസ് ഓക്കെ. ഇതെനിക്ക് തോന്നുന്നു സൈക്ലോ ക്രോസോ എന്താ കഴിഞ്ഞ് ഒരഞ്ഞ് പറഞ്ഞ് ദേഹത്തിന് ഇനി മുറിയാൻ സ്ഥലമൊന്നുമില്ല. പ്രിട്ടൻ ഹീസ് ഓക്കെ. ചിരിച്ചുകൊണ്ടിരിക്കുക. മാൻ അടിപൊളി. ഓക്കെ. ഇത് കുറച്ച് അഹങ്കാരം കാണിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. യു നോ വാട്ട് റിയലി സക്സ്, വി ആർ ക്ലീൻ ദം ലേറ്റർ. ശരിയാണല്ലേ? ഈ മഴയത്ത് ചവിട്ടുന്നതൊക്കെ ഭയങ്കര വൈബ് രസമുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് തീരെ സുഖമില്ലാത്തൊരു ഏർപ്പാടാണ്. അബ്സല്യൂട്ട്ലി. ഓക്കെ. വെൻ ടു ദ ബൈക്ക് ഷോപ്പ് ഫോർ എ പാച്ച് കിറ്റ്. അതായത് പഞ്ചർ കിറ്റ് വാങ്ങിക്കാൻ പോയതാണ്. ലെഫ്റ്റ് 2 bikes, a multi tool, 4 water bottles and socks. ഓക്കെ, ഹാപ്പൻസ്. സംഭവിക്കാതിരിക്കാം. ഇത് കുറച്ച് കടുത്തു. ഈ ഒരു പശുവിനെ വഴിയിൽ തടച്ചു നിർത്തി കറന്ന് തന്റെ വാട്ടർ ബോട്ടിലിൽ പാല് കറക്കുന്ന സൈക്ലിസ്റ്റ് കുറച്ച് കടുത്തു പോയിട്ടാ. എന്തായാലും കൊള്ളാം, രസമാണ്. സം ഗൈസ് ലൈക്ക് ടു റൈഡ് ബൈക്സ്. ഓക്കെ. എന്നിട്ട് മറിഞ്ഞു വീഴുന്നതാണ്. ഓക്കെ. ആൻഡ് സം ബൈക്സ് ലൈക്ക് ടു റൈഡ് ഗൈസ്. ഓക്കെ, ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ. ബെസ്റ്റ് ബൈസൈക്കിൾ ആന്റി തെഫ്റ്റ് സിസ്റ്റം എവർ യൂസ്ഡ്. കടുത്തു. സൈക്കിൾ വീട്ടിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും ഇതിനൊക്കെ നല്ലതെന്ന് തോന്നുന്നു. Okay, cyclist. What my friends think I do. Okay. What my mom thinks I do. Mom thinks interesting ആണ്. എന്റെ ദൈവം. What I think I do. Okay. What I look like to best drivers. That is funny. What society thinks I do. What I actually do. നമ്മള് കുത്തിയിരുന്ന് പഞ്ചറോട്ടിക്കാണ്. Yeah, that is interesting. Trying not to sit on your saddle sores like. ഇത് ഉഗ്ര സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവമായിട്ടുണ്ടാവും. സാഡിൽ സോർ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പല നമ്പർ കാണിച്ചായിരിക്കും കുറച്ച് കാലം ജീവിക്കുക. എഗ്രി. ഗോ മൗണ്ടൻ ബൈക്കിംഗ്. They said it will be fun. They said. അടുത്ത സീൻ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എനിക്ക് ഈ വീഴുന്ന സംഭവങ്ങളൊക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട്. Okay, expects to be treated like a car. Does it obey any traffic signals? അത് സത്യമാണല്ലേ. നമ്മളെ ആക്ച്വലി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് റോഡിൽ ഇത് വേണം, തുല്യ നീതി വേണം. പക്ഷെ നമ്മൾ സിഗ്നലൊന്നും നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കഴിവതും നിങ്ങൾ സിഗ്നൽസ് പാലിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ചീത്ത പേര് ഒഴിവാക്കി കിട്ടുമെങ്കിൽ നല്ലതല്ലേ. ഓക്കെ. പെഡൽ ഫാസ്റ്റർ ഡാഡ്, വി നീഡ് ദിസ് സെഗ്മെന്റ്. നൈസ്, ദാറ്റ്സ് വെരി ക്യൂട്ട് കേട്ടോ. അച്ഛൻ മോൻ കുട്ടികളുടെ സൈക്കിളും പെഡൽ ചെയ്യാൻ പറ്റുന്ന സൈക്കിളാണ്. അപ്പൊ കുട്ടികൾ പറയാണ് നമുക്ക് സ്ട്രാവിൻ സെഗ്മെന്റ് അടിക്കണം എന്ന് പറയാണ്. പ്ലീസ് ഡു ആൻ എമർജൻസി സ്റ്റോപ്പ്. ഇതേതോ ഒരു സാഡിസ്റ്റ് എഴുതിയ, ഇത് സൈക്കിളിന് ഇഷ്ടമല്ലാത്ത ഏതോ ഒരു സാഡിസ്റ്റ് എഴുതി ഉണ്ടാക്കിയ പോസ്റ്റാന്ന് തോന്നുന്നു. പ്ലീറ്റ് ടു ദ ഡ്രൈവർ. അതായത് കാർ ബസിന്റെ പുറകിൽ പിടിച്ചു പോകുന്ന, നമ്മുടെ നാടെല്ലാം തോന്നുന്നു, ബസിന്റെ പുറകിൽ പിടിച്ചു പോകുന്ന ആൾക്കാരുടെ ആ പ്ലീറ്റ് ടു ദ ഡ്രൈവർ പറയാണ് ഒന്ന് ബ്രേക്ക് ഔട്ടാൻ. കമോൺ മാൻ, ഒരു പോട്ടെ, ഒരു എങ്ങനെയൊക്കെ എത്തട്ടെ. പക്ഷെ വെരി റിസ്കി. എനിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു റൈഡിന് വന്നിട്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞ് വിലക്കി ആളെ കൊണ്ട് ഇനി പരിപാടി ചെയ്യിക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. ഹേ ഡാഡ്, വാട്ട് ഹാപ്പൻ ടു മൈ കോളേജ് ഫണ്ട്? നത്തിങ് സെഡ്. നല്ല അച്ഛൻ പുതിയൊരു സൈക്കിൾ അങ്ങ് മേടിച്ചു. അതാണ് മോന്റെ കോളേജ് ഫണ്ട്. കുതാഹവ അങ്ങനെയാണല്ലോ. Yeah, that feeling when you have wind behind you on a ride. Tailwind എന്ന് നമ്മൾ പറയുന്ന സാധനം. Tailwindന്റെ ആ ഒരു മനോഹാരിതയെ, there is no better explanation than this. Interesting. Some days it's hard to find motivation. Some days motivation finds you. ഇങ്ങനെ മോട്ടിവേഷൻ ഫൈൻഡ് ചെയ്യണമെന്നില്ല. കരടിയൊക്കെ ഓടിക്കാൻ വന്നുള്ളൊരു കാര്യം ഞാൻ പറയണ്ടല്ലോ. വേണ്ടായിരുന്നു. ആർ യു സേവിങ് ഇനസ് ഫോർ റിട്ടയർമെന്റ്? അപ്പൊ ഇങ്ങനെ വാള് തുറന്നു കഴിഞ്ഞു. യെസ് വരെ വന്നു. വാള് ഊരി വന്നപ്പോ യെസ്റ്റർഡേ ഐ ഓർഡർഡ് ബൈക്ക് പാർട്സ്. റിട്ടയർമെന്റ് ഹുദാഹവ. ഓക്കെ. വെൻ യു ഫൈനലി ഗെറ്റ് ഹോം ആഫ്റ്റർ എ ലോങ് റൈഡ്. അടിപൊളി. കിടപ്പ് വേണ്ട. സത്യമല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സംഭവം. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇതെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു പരിധി ഒരു മോസ്റ്റ് എപ്പിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സൈക്ലിംഗ് കോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട്. മൈ ബിഗസ്റ്റ് ഫിയർ ഇസ് ദാറ്റ് വെൻ ഐ ഡൈ മൈ സ്പൗസ് വിൽ സെൽ മൈ ബൈക്സ് ഫോർ വാട്ട് ഐ സെഡ് ദേ കോസ്റ്റ്.
അതായത് എന്റെ ഏറ്റവും വലിയ പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര രൂപയ്ക്കാണോ ബൈക്ക് വാങ്ങി എന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞ വിലയ്ക്ക് അവൾ അത് വിൽക്കുമെന്നുള്ളതാണ്. അതായത് സൈക്ലിസ്റ്റ് ആരും കറക്റ്റ് വില പറഞ്ഞ്, പ്രത്യേകിച്ച് ഭാര്യമാരോട് പറഞ്ഞ് സൈക്കിൾ വാങ്ങാറില്ല. ഞാന് 30,000 രൂപ കൊടുത്ത് 2018 വാങ്ങിച്ചിട്ട് ഞാൻ 15,000 രൂപ എന്നാണ് വീട്ടിൽ പറഞ്ഞത്. 15,000 രൂപ എന്നെ വീട്ടുകാർക്ക് അന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര 15,000 രൂപ കൊടുത്ത് സൈക്കിൾ മേടിച്ചോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ. അപ്പോ ഇറ്റ് ഹാപ്പൻസ്. അതായത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ കുറച്ച് മീംസ് ഒന്ന് കിട്ടി, കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങളെ കൂടെ അറിയിച്ചു. അപ്പോൾ ഇനിയും ഇതുപോലുള്ളൊരു വീഡിയോയിൽ കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.